ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈൽ ലേണിംഗ്. എസ് മീ അനസ് അബ്ദുൽ നിസാർ. ഞങ്ങളുടെ സ്വന്തം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫാക്കൽറ്റി അനസ് അബ്ദുൽ നിസാർ ആണ്. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് പ്രോഗ്രാമിങ്ങിന്റെ ഏക തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. പ്രോഗ്രാം അല്ലാത്ത രീതിയിലുള്ള വേറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്? ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, റീറൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രോഗ്രാമിങ്ങിന്റെ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസിലൂടെ പോവാം, അധികം വൈകിപ്പിക്കുന്നില്ല. മക്കളെ, ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്. നമ്മൾ 2 ഡേയ്സിൽ, ഇന്ന് നാളെ, ഈ 2 ഡേയ്സ് ആണ് നിർണായകം. ഇന്ന് നാളെ മറ്റേതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് 20-ാം തീയതിയാണ് എക്സാം. അപ്പോൾ ഒരൊറ്റ ലൈവ് കൊണ്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിക്കുന്ന ഇമ്പോസിബിൾ ആണ്. നിങ്ങൾക്ക് തന്നെ ഒരു ബോധം ഉണ്ടായിരിക്കും, കാരണം ഒറ്റ ലൈവ് കൊണ്ട് മേടിക്കാൻ പറ്റൂല എന്നൊരു ബോധം കാണും അല്ലേ. അപ്പോൾ എന്ത് വേണമെങ്കിലും മക്കളെ, ഇന്ന് വൈകുന്നേരം 7:30 ഒരു ലൈവ് ഉണ്ട്, മെഗാ മാരത്തോൺ. നമ്മൾ എല്ലാ കോൺസെപ്റ്റും ക്ലിയർ ആക്കി തരുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പം ഒരു കോൺസെപ്റ്റ് വൃത്തിയായിട്ട് പഠിക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിരിക്കും. പിന്നെയാണെങ്കിൽ പിറ്റേന്നുള്ള പിറ്റേന്ന് ലൈവുകൾ മാത്രമല്ല, കണ്ടന്റ് വീഡിയോസ്, ഇതേപോലെ കണ്ടന്റ് വീഡിയോസും തരുന്നുണ്ട്. നാളെ കണ്ടന്റ് വീഡിയോസ് വരുന്നുണ്ട്, ഷോർട്സുകൾ വരുന്നുണ്ട്, പിന്നെ സൂപ്പർ സിസ്റ്റ് വരുന്നുണ്ട്. സൂപ്പർ സിസ്റ്റ് എന്ന് പറയാൻ മക്കളെ, നാളെ മറ്റേന്നാൾ അതിന്റെ പിറ്റേന്ന് വയ്ക്കുന്ന ക്വസ്റ്റ്യൻസ് പക്കായിട്ട് പറയുന്ന ഒരു ലൈവാണ്, അതും കാണും കേട്ടോ. അപ്പോൾ ഒറ്റ ലൈവ് കൊണ്ട് കണ്ടാൽ എന്താണ്, ഒരിക്കലും ഈ പറഞ്ഞ ഒരു ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വരത്തില്ല. എല്ലാ ലൈവുകളും കാണും, ഷുവറായിട്ട് കാണും, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കും. നമുക്ക് പോകാം, ക്വസ്റ്റ്യനിട്ട് പോവുകയാണ്. ഓക്കെ, പ്രോഗ്രാമിംഗ് രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് മക്കളെ കേൾക്കണം. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്, ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ചോദിക്കും. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ചോദിക്കും, മക്കളെ എന്താണ് അത്, നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്താണോ, അല്ലെങ്കിൽ ആ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അപ്പൊ നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുവാണ് അല്ലേ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉൾക്കൊള്ളിക്കണം? ആദ്യം അവിടെ ഉൾക്കൊള്ളിക്കേണ്ട അവരുടെ സിൻടാക്സ് ആണോ. സിൻടാക്സ് എന്താണ് നെസ്റ്റഡ് ഇഫ് എൽസിന്റെ? ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ, ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2, സ്റ്റേറ്റ്മെന്റ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഇതിന്റെ വർക്കിംഗ് എങ്ങനെ മക്കളെ? ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ട്രൂ ആണെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ 2 വരും. ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ഫോൾസ് ആണെങ്കിലോ ടെസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 3 എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് അതിന്റെ വർക്കിംഗ് കേട്ടോ. അപ്പൊ ഈ ഒരു സിൻടാക്സ് അവിടെ പഠിച്ചിരിക്കുക. സിൻടാക്സ് പഠിച്ചില്ലെങ്കിൽ എന്താണ് മക്കളെ, അവിടെ മാർക്ക് കിട്ടത്തില്ല. നെക്സ്റ്റ് എടുത്ത് നോക്കാം, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇതേപോലെ ഒരു എക്സാമ്പിൾ റൈറ്റ് ചെയ്ത് വെക്കുക. സ്കോറിന്റെ വാല്യൂ 18 കൂടുതലാണെങ്കിൽ എങ്ങോട്ട് വരും? സ്കോറിന്റെ വാല്യൂ 54 ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ സ്കോറിന്റെ വാല്യൂ 54 കൂടുതലെങ്കിൽ A+ ഗ്രേഡ് പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ ലോവർ ഗ്രേഡ് പ്രിന്റ് ചെയ്യും. സ്കോറിന്റെ വാല്യൂ 18 കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ അല്ലെങ്കിൽ എന്തായിരിക്കും, എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇത് തന്നെ പരിപാടി, വേറെ പരിപാടി ഒന്നുമില്ല. അപ്പൊ എന്താണ് ഫസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കും, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കും. പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ വെക്കാം, റീറൈറ്റിംഗ് ക്വസ്റ്റ്യൻസ്. ഫോളോയിങ് കോഡ് യൂസിങ് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് റീറൈറ്റ് ചെയ്യുക. നമുക്ക് എങ്ങനെ ചെയ്യും? ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കണ്ടീഷണൽ ഓപ്പറേറ്ററിന്റെയും ഇഫ് എൽസിന്റെ സിൻടാക്സ് അറിഞ്ഞിരിക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാ മക്കളെ? ഇഫ് എൽസ് ആണ്. അപ്പൊ ഇത് ഇഫ് എൽസിന്റെ സിൻടാക്സ് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കണ്ടീഷണൽ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇഫിനകത്ത് മക്കൾ ഇതെവിടെ കിടക്കുകയാണ്? ഇഫിനകത്ത് ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇഫിനകത്ത് ടെസ്റ്റ് എക്സ്പ്രഷൻ ഇതാണ്. ഓക്കെ, ട്രൂ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അപ്പൊ ഇത് അറിഞ്ഞാൽ മാത്രമേ കണ്ടീഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടീഷണൽ ഓപ്പറേറ്ററിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഏതാ മക്കളെ? ഇതാണ് അല്ലേ. അപ്പൊ ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. ദെൻ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. ട്രൂ കേസ് കോഡ് എന്താ മക്കളെ? സിഔട്ട് എലിജിബിൾ ഫോർ വോട്ട്. ഫോൾസ് കേസ് കോഡ് എന്താ മക്കളെ? സിഔട്ട് നോട്ട് എലിജിബിൾ ഫോർ വോട്ട്. ഓക്കെ, അപ്പൊ ഇത് കൺവേർട്ട് ചെയ്യാറിരിക്കണം. റീറൈറ്റിംഗ് ക്വസ്റ്റ്യൻ അറിയണമെങ്കിൽ എന്താണ്? മസ്റ്റ് ആയിട്ട് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ എല്ലാത്തിന്റെയും സിൻടാക്സ് പഠിച്ചിരിക്കണം. സിൻടാക്സ് പഠിക്കാതെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീറൈറ്റ് ദ ഫോളോയിങ് കൊടുത്ത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്, സ്വിച്ച് ഉപയോഗിച്ച് റീറൈറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം. ഓക്കെ, സ്വിച്ച് കൊടുത്തു, ബ്രാക്കറ്റിൽ എന്താണ്? ഡേ കൊടുത്തു. ഓക്കെ, ഡേ കൊടുത്തു, ബ്രാക്കറ്റ് കൊടുത്തു. എന്നിട്ടാണെങ്കിൽ ഫസ്റ്റ് വെക്കാം കേസ് ഡേയുടെ വാല്യൂ ഫസ്റ്റ് എന്തോ മക്കളെ? ആദ്യം നിങ്ങൾ ഒരു കാര്യം വിചാരിക്കുക, ഇങ്ങനെ തന്നെ എടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. വേണമെങ്കിൽ വേറെ വേരിയബിൾസ് ആക്കാം, വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം. പക്ഷേ സ്വിച്ചിന്റെ തന്നെ വേറെ, അല്ലെങ്കിൽ എൽസിഫിനെ സ്വിച്ചിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അവിടെ അറിഞ്ഞിരിക്കണം എന്താണ് ബ്രാക്കറ്റ് കൊടുക്കേണ്ട വേരിയബിൾ എന്താണ്. ഇതാണ് ബ്രാക്കറ്റ് കൊടുക്കേണ്ട വേരിയബിൾ എന്ന് പറഞ്ഞാൽ നടുക്ക് കോമൺ ആയിട്ട് എടുക്കുന്ന വേരിയബിൾ എന്നാണ്, അത് കൊടുക്കുക. ദെൻ ഫസ്റ്റ് കേസിന് ഫസ്റ്റ് വാല്യൂ എന്ത് കൊടുക്കണം? ഡേയുടെ ഫസ്റ്റ് വാല്യൂ എന്താണ്? 1. അത് കൊടുക്കുക. CO2 കൊടുക്കുക. അതിന്റെ നേരെ CO2 സൺഡേ കൊടുത്തു.
ദെൻ ബ്രേക്ക് കൊടുത്തു. ദെൻ കേസ് ഡേയുടെ രണ്ടാമത്തെ വാല്യൂ കേസ് 2 ആണല്ലേ, സി ഔട്ട് മൺഡേ, ദെൻ ബ്രേക്ക്. ദെൻ ഡിയുടെ കേസിന്റെ അടുത്ത വാല്യൂ നമ്മളെ 4 ആണല്ലോ, അപ്പൊ കേസ് 4 ക്വസ്റ്റ്യൻ എന്താണെങ്കിൽ അതിന്റെ റൈറ്റ് കേട്ടോ, കേസ് 4 കേട്ടോ. സി ഔട്ട് എന്താണ് ട്യൂസ്ഡേ, ബ്രേക്ക്. ദെൻ എൽസിന് പകരം ഉപയോഗിക്കുന്ന എൽസിന് പകരം നമ്മുടെ സ്വിച്ചിൽ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഡിഫോൾട്ട് അല്ലേ, ഡിഫോൾട്ട് സി ഔട്ട് റോങ് ഇൻപുട്ട്, ക്ലോസ് ചെയ്തു. ക്ലിയർ? ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് നോക്കാം, റീറൈറ്റ് ഫോളോയിങ് കോഡ് യൂസിങ് ഫോർ ലൂപ്പ് വെച്ച് റീറൈറ്റ് ചെയ്യാം മക്കളെ. ഇവിടെ ഫോർ ലൂപ്പ് നോക്കുക, നമുക്ക് സിൻടാക്സ് നോക്കാം. ഫോറിന്റെ സിൻടാക്സ് നോക്കാം. ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. ഇടയ്ക്ക് സെമിക്കോളൻ കേട്ടോ. ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ തെറ്റിച്ച് വന്നായിരുന്നു. ക്വസ്റ്റ്യൻ തെറ്റിച്ചല്ല, അവർ എറർ കണ്ടുപിടിക്കാൻ ചോദിച്ചു. ഇടയ്ക്ക് സെമിക്കോളൻ വരെ കോമ ഇട്ട് കൊടുത്തു. ഇടയ്ക്ക് സെമിക്കോളാണ് ഫോറിനകത്ത്, അത് ശ്രദ്ധിക്കാം. ദെൻ പിന്നെ ബോഡി ഓഫ് ലൂപ്പ്, ഇതാണ് സിൻടാക്സ്. ഇനീഷ്യലൈസേഷൻ ഫോറിനകത്താണ്ട് ഇവിടെയാണ്. ദെൻ വൈലിനകത്ത് ഇവിടെയും, ഡു വൈലിനകത്ത് ഇവിടെയും. ഓക്കെ, ഫോറിനകത്ത് ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്ട് ഇവിടെയാണ്, ടെസ്റ്റ് എക്സ്പ്രഷൻ വൈലിനകത്താണ്ട് ഇവിടെയാണ്. ഓക്കെ, ഇതിനടുത്തൊക്കെ അപ്ഡേഷൻ ആണ് ഫോറിനകത്ത് ആ ബ്രാക്കറ്റിൽ ഉള്ളിൽ തന്നെയാണ്, പക്ഷേ വൈലിനകത്ത് ഇവിടെയും ഡു വൈലിനകത്ത് ഇവിടെയും കേട്ടോ. നെക്സ്റ്റ് ഒക്കെ ബോഡി ഓഫ് ലൂപ്പ് നമ്മുടെ ഫോറിനകത്ത് കണ്ട് ഇവിടെയാണ് എങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ഡു വൈലിനകത്ത് എവിടെ നമുക്ക് ഇവിടെയാണ് കേട്ടോ, ഓർത്തിരിക്കുക. യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെയാണെങ്കിൽ റീറൈറ്റ് ദ ഫോളോയിങ് കോഡ് യൂസിങ് വൈൽ ഫോർ ലൂപ്പ് വെച്ച് റീറൈറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം, ഫോറിന്റെ സിൻടാക്സ് നോക്കാം. ഫോർ ഇനിഷ്യലൈസേഷൻ ഇതാണ്. അപ്പം ഈ പറഞ്ഞ ഫോർ ലൂപ്പിനകത്ത് എവിടെ നമുക്ക് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പം എന്താണ്, ഫോർ i is equal to 1. ദെൻ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവിടെയാണ്, ടെസ്റ്റ് എക്സ്പ്രഷൻ i less than or equal to 10. ദെൻ i ++ ആണ് അപ്ഡേഷൻ അല്ലേ, അത് 3 കൊടുത്ത് ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുത്ത് അപ്ഡേഷൻ കൊടുത്തു അല്ലേ. ദെൻ കർലി ബ്രേസ് ഓപ്പൺ ചെയ്തു, സി ഔട്ട് കർലി ബ്രേസ് ക്ലോസ് ചെയ്തു. പരിപാടി ചെയ്യല്ലേ. ഓക്കെ, അപ്പോൾ സിൻടാക്സ് അറിഞ്ഞിരിക്കുക. സിൻടാക്സ് അറിഞ്ഞാൽ ഇത് വലിയ പാടായിരിക്കും കേട്ടോ. വീണ്ടും പറയുകയാണ്. നെക്സ്റ്റ് എടുത്ത് നോക്കാം, വാട്ട് ആർ ദ എലമെന്റ്സ് ഓർ പാർട്സ് ഓർ കമ്പോണൻസ് ഓഫ് ലൂപ്പ്. ഒരു ലൂപ്പിന്റെ കമ്പോണൻസിലേക്ക് മക്കളെ ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ലൂപ്പ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. മറന്നു പോകല്ലേ, ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു എലമെന്റ്സ് ഓഫ് പാർട്സ് ഓർ കമ്പോണൻസ് ഓഫ് ലൂപ്പ് ചോദിക്കുമ്പോൾ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. i is equal to 1 ഇനിഷ്യലൈസേഷൻ ആണ്, വൈൽ i less than or 10 എന്താണ് ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്, സി ഔട്ട് i ബോഡി ഓഫ് ലൂപ്പ് ആണ്, i ++ എന്താ മക്കളെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് കേട്ടോ. അപ്പോൾ എന്താണ് മക്കളെ അവിടെ മാക്സിമം എന്താണ് ഒരു എക്സാമ്പിൾ കൊടുക്കുന്ന കുറച്ച് നല്ലതായിരിക്കും, എക്സാമ്പിൾ കുറച്ച് അഡ്വാൻറ്റേജ് ആയിരിക്കും കേട്ടോ. അതൊന്ന് സൂക്ഷിക്കുക. മാക്സിമം എക്സാമ്പിൾ അങ്ങ് ആഡ് ചെയ്യുക. നിങ്ങൾ ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ അവിടെ എക്സാമ്പിൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ടീച്ചർ മനസ്സിലാവും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെന്നുള്ളൊരു ബോധം, ഒരു ചിന്ത ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം നല്ല 2 മാർക്ക് ഉണ്ടെങ്കിൽ അവിടെ 2 മാർക്ക് അവിടെ ഉറപ്പിക്കാം. അതാണ് എക്സാമ്പിൾ ബെനിഫിറ്റ്. ക്ലിയർ? യെസ്. നെക്സ്റ്റ് എടുത്ത് നോക്കാം. യെസ്, കൺസിഡർ ദ ഫോളോയിങ് കോഡ്, സ്വിച്ച് n, സി ഔട്ട് 1, സി ഔട്ട് 2, സി ഔട്ട് 3, സി ഔട്ട് ഡിഫോൾട്ട് റോങ് ഇൻപുട്ട്. ഇഫ് ദ വാല്യൂ ഓഫ് n is 10, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് എബോവ് കോഡ്. മക്കളെ വാല്യൂ ഓഫ് n 10 ആണെങ്കിൽ കേട്ടോ, എന്നിന്റെ വാല്യൂ ഇപ്പോൾ എന്നിന്റെ വാല്യൂ ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇപ്പൊ അതല്ല, എന്നിന്റെ വാല്യൂ 10 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തുമായിരിക്കും മക്കളെ? റോങ് ഇൻപുട്ട് ആയിരിക്കും. കാര്യം അപ്പോൾ അവിടെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. കോൺസെപ്റ്റ് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ എക്സ്പ്രഷൻ വേരിയബിൾ എവിടെ കിടപ്പുണ്ട്, കിടപ്പുണ്ട്. ആ എക്സ്പ്രഷൻ വേരിയബിളും കേസ് വാല്യൂസ് ആയിട്ട് മാച്ച് ആയില്ലെങ്കിൽ, കേസ് വാല്യൂസ് ഏതൊക്കെയാണ്? 1, 2, 3 ആണ്. അപ്പോൾ എക്സ്പ്രഷൻ വേരിയബിളും കേസ് വാല്യൂസ് ആയിട്ടൊന്നും മാച്ച് ആയില്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും? ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. അപ്പോൾ ഒന്നും വർക്ക് ചെയ്യില്ലെങ്കിൽ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. അത്രയും പരിപാടിയുള്ളല്ലോ. അപ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്? റോങ് ഇൻപുട്ട് ആയിരിക്കും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിന്റെ ഐഡിയ അവിടെ വേണം. എന്നാൽ മാത്രമേ അതേപോലെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നീഡ് എന്താണ്? ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇക്കൊല്ലം പഠിക്കേണ്ട കാര്യമില്ല. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെച്ചേക്കാം. അഥവാ ചോദിക്കുവാണെങ്കിൽ പഠിച്ചു വെക്കുക. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൂപ്പിൽ നിന്നോ സ്വിച്ചിന്റെ ബ്ലോക്കിൽ നിന്നോ എക്സിറ്റ് ആവാൻ സഹായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത്? ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കുറവാണ്. കാരണം സെക്കൻഡ് ഇയർ പഠിക്കാനുള്ളതായിട്ട് കേട്ടോ. അത് പഠിക്കാനുള്ള ഐറ്റം ഇല്ല, കമ്പൈൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. യൂസ് ബിലോ കോഡ്, ഫിൽ ദ ബിലോ ടേബിൾ. In the s is equal to 0, n is equal to 25. While n greater than 0, s is equal to s plus n mod 10, n is equal to n divided by 10.
മക്കളെ ഇവിടെ ചോദിക്കുന്ന വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. അതായത് ഇവിടെ എന്തൊക്കെയാണ് ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേഷൻ എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദി ലൂപ്പ്, അത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നോക്കാം, ഇനിഷ്യലൈസേഷൻ മക്കളെ ഇതിനകത്ത് എന്തുവാടാ, n=25 ആണ് മക്കളെ എന്ത് ഇനിഷ്യലൈസേഷൻ. n=25 അല്ലേ, n=25 വേണമെങ്കിൽ s=0 പറയും അല്ലേ. നെക്സ്റ്റ് ടെസ്റ്റ് എക്സ്പ്രഷൻ നമ്മളെ വൈലിൻ്റെ ബ്രാക്കറ്റ് ടെസ്റ്റ് എക്സ്പ്രഷൻ അവിടെ സിൻടാക്സ് അറിയാൻ ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. നെക്സ്റ്റ് നോക്കാം, അതിനകത്ത് ബോഡി ഓഫ് ദി ലൂപ്പ് എന്നാണ്. ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറഞ്ഞാൽ വൈലിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നത് എന്തുമായിരിക്കും, ബോഡി ഓഫ് ദി ലൂപ്പ് ആയിരിക്കും. അത് CO2 തന്നെ ഇവിടെ നിർബന്ധമില്ല, എന്ത് പറയാം കേട്ടോ. അപ്പോൾ കണ്ടീഷൻ തൊട്ട് കിടക്കുന്നത് എന്താണ്, എന്തുമായിരിക്കും, അത് ബോഡി ഓഫ് ദി ലൂപ്പ് ആയിരിക്കും. അപ്പോൾ ഇതാണ് S+n mod 10 ആണ് മക്കളെ ബോഡി ഓഫ് ദി ലൂപ്പ്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് മക്കളെ n=n/10 ആണ് മക്കളെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് വെക്കാം. ഇത് വേണ്ട ക്വസ്റ്റ്യൻസ് വേണ്ട ഗേസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചു കേട്ടോ. വാട്ട് ഇസ് ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് കോഡ്? മക്കളെ ഇതിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുക i=5, i<10, i+2. എന്തുവാണ് മക്കളെ? വളരെ സിമ്പിൾ ആണ്. ഐയുടെ വാല്യൂ എവിടെ തുടങ്ങണം, 5-ൽ തുടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഉണ്ട്. ഐയുടെ എവിടെ അവസാനിച്ചേക്കുന്നു മക്കളെ, 10-ൽ അവസാനിച്ചേക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്നിട്ട് എത്ര വെച്ചാണ് കൂടുന്നത്? i+2 എന്ന് മീനിങ് i=i+2. ഇപ്പൊ 2 ആണെങ്കിൽ 2+2 എത്ര മക്കളെ, 4. അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വെക്കാം. ഇപ്പോൾ ഇനിഷ്യലി ഐയുടെ വാല്യൂ 5 ആണ്. അപ്പോൾ i=i+2 എന്ന് പറഞ്ഞാൽ 5+2 എത്ര മക്കളെ, 7 ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഇനിഷ്യലി എന്താണ്, ഐയുടെ വാല്യൂ 5, 5 10-നേക്കാളും ചെറുതാണ്. 5 10-നേക്കാളും ചെറുതാണെങ്കിൽ CO2 ഐയുടെ വാല്യൂ 5 പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് എടുത്ത് നോക്കാം. വീണ്ടും എന്താണ് മക്കളെ, വീണ്ടും അപ്ഡേറ്റിലോട്ട് വരും. അപ്ഡേറ്റിൽ എന്താ മക്കളെ, i+2 എന്ന് പറഞ്ഞാൽ i=i+2. ഐയുടെ വാല്യൂ 5, 5+2 എത്ര മക്കളെ, 7 ആയിരിക്കും. 7 10-നേക്കാളും ചെറുതാണ് മക്കളെ, 7 10-നേക്കാളും ചെറുതാണ്. കണ്ടീഷൻ ട്രൂ ആണ്. 7 10-നേക്കാളും ചെറുതാണെങ്കിൽ CO2 ഐയുടെ വാല്യൂ 7 പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് എടുത്ത് നോക്കാം. i+2 ഐയുടെ വാല്യൂ എത്ര, ഐയുടെ വാല്യൂ ഐയുടെ വാല്യൂ 7 ആണ്. 7ഉം 2ഉം 9. 9 10-നേക്കാളും ചെറുതാണോ, 9 10-നേക്കാളും ചെറുതാണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ CO2 ഐയുടെ വാല്യൂ 9 പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് എടുത്ത് നോക്കാം. i=i+2 ഐയുടെ വാല്യൂ എത്ര മക്കളെ, ഐയുടെ വാല്യൂ 9+2 11 ആവും. കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ എന്താ മക്കളെ, 11 10-നേക്കാളും ചെറുതാണ്, 11 10-നേക്കാളും ചെറുതല്ല. കണ്ടീഷൻ ഫോൾസ് ആണ്. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ലൂപ്പിന് വെളിക്കോട്ട് വരും. അപ്പോൾ എന്തുമായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്, 5 7 9. അപ്പോൾ ഇത് വർക്ക് ചെയ്യാൻ പഠിച്ചിരിക്കുക. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് പഠിക്കേണ്ട സിൻടാക്സുകളാണ് ഇവിടെ പഠിക്കാനുള്ളത്. അതിൻ്റെ ആ സിൻടാക്സുകളുടെ കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം ഇന്നത്തെ ലൈവ് നിങ്ങൾ പങ്കെടുക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ മെഗാ മാരത്തോൺ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ വളരെ ബ്രീഫായിട്ട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. സോ ഒരിക്കലും ഈ ലൈവ് മിസ്സാക്കല്. ഇന്ന് രാത്രി നമ്മുടെ 7:30-ക്കാണ് ലൈവ് വരുന്നത്. പിന്നെ മാത്രമല്ല സൂപ്പർ 60 ഉണ്ട്. ആ 2 ലൈവുകൾ നിങ്ങൾ മിസ്സാക്കല്. പിന്നെ ബൂസ്റ്റർ ഡോസ് ഉണ്ട്, അവിടെയും നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരണ്ടോ. നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ. മെഗാ മാരത്തോണിലെ കോൺസെപ്റ്റ് ഫുള്ള്, സൂപ്പർ സ്റ്റിൽ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, ദെൻ പിന്നെ ബൂസ്റ്റർ ഡോസിൽ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, മാത്രമല്ല കണ്ടന്റ് വീഡിയോസിൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. മക്കളെ എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുമ്പോൾ ഉറപ്പായിട്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. അതിലൊരു മാറ്റം ഇല്ല. അതിനെപ്പോഴും ക്വസ്റ്റ്യൻസ് വരത്തില്ല കേട്ടോ. അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.